വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക തോരനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഏതാണ്ട് വഴണ്ട് വരുമ്പോൾ ഈ സമയം നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. അതും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് വെണ്ടയ്ക്ക ഒന്ന് നല്ലോണം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വീണ്ടും തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ഈ സമയം ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. തേങ്ങയും വെണ്ടയ്ക്കയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും തേങ്ങയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ വെണ്ടയ്ക്ക തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.